ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. എഡിറ്റ് ചെയ്ത് തരാനായിട്ട് ഒരു 2-3 ദിവസം ലാഗ് വന്ന്, എന്നാലും പോട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഞാനും ഉണ്ണിക്കുട്ടും കൂടി ജർമ്മനിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇവിടെ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വ്ലോഗ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മെയ് 13 കേട്ടോ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അന്ന് രാവിലെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് ഒരു 11:30 ആയപ്പോഴത്തേക്ക് ഉണ്ണിക്കുട്ടൻ്റെ വീട്ടിൽ നിന്ന് നേരെ യാത്രയായിട്ട് എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞാനും ഉണ്ണിക്കുട്ടനും എൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഇനിയിപ്പോൾ ഫ്രഷായിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകത്തുള്ളൂ. അങ്ങനെ നേരെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളെ കൂടെ വരാൻ വേണ്ടിയിട്ട് അമ്മു ഉണ്ട് കേട്ടോ. അമ്മുവാണ് യെല്ലോ ഡ്രസ്സ് ഇട്ട ആൾ. അങ്ങനെ ഇവിടെ നിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് ഒരു വൈകുന്നേരം 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ എയർപോർട്ടിലേക്ക് ഇറങ്ങത്തുള്ളൂ. അപ്പോൾ ഇനി വഴിയേ ചെന്ന് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാവേ. വെക്കാം, നമുക്ക് എന്നിട്ടേ വെക്കാം. അങ്ങനെ നമ്മൾ നേരെ ഉണ്ണിക്കുട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം തന്നെ പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ എപ്പോഴും വരുന്ന പള്ളിയാണ് നമ്മുടെ കൊല്ലത്തുള്ള വേളാങ്കണ്ണി പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അന്നേരം അവിടെ എന്തോ പരിപാടി എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങോട്ട് കയറി പ്രാർത്ഥിച്ചിട്ട് മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പള്ളിയിൽ നിന്ന് മെഴുകുതിരിയൊക്കെ കത്തിച്ചിറങ്ങി നേരെ എൻ്റെ വീട്ടിലേക്ക് എത്തി. ഞാനൊരു കുഞ്ഞ് ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്ന് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നേ. എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഗെറ്റ് റെഡി വിത്ത് മീക്ക് ഇതാണ്ട് ആരംഭിൽ ഇരിപ്പുണ്ട്. അങ്ങനെ ഇതൊക്കെ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ എല്ലാം വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ബേസിക്കായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്യണം. അപ്പോൾ ഞാനൊന്ന് കുളിച്ച് ഷാമ്പൂ ഒക്കെ ഇട്ട് കണ്ടീഷണറൊക്കെ ഇട്ട് മുടിയൊക്കെ ഇനി ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇപ്പോൾ മുഖത്തൊന്നും ഇട്ടില്ല, മോയ്സ്ചറൈസറൊന്നും ഇട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ സെറ്റഫിലിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ് ഇപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കല്യാണത്തിന് സരകുഞ്ഞമ്മ വന്നപ്പോഴത്തേക്ക് കൊണ്ടുവന്നതാണ്. എനിക്കാണ് ആ ഷെയ്ഡ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നേരെ അങ്ങ് ഓർഡർ ചെയ്തു. ഞാൻ ഈ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഇതൊക്കെ പൊട്ടിച്ചെടുക്കുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഹലോ ഗൈസ്, ലൈവ് അല്ല, ഇതെന്താ ബ്രഷൊക്കെ ആടുന്നോ? ഞാൻ മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്ട് വീഡിയോയിൽ. സരകുഞ്ഞമ്മയും ശ്രുതിയൊക്കെ ഒരു കല്യാണത്തിന്, നമ്മുടെ ഒരു കസിൻ്റെ കല്യാണത്തിന് വന്നിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വന്നപ്പോൾ സരകുഞ്ഞമ്മയുടെ കയ്യിൽ ഞാൻ ഫൗണ്ടേഷൻ ഒന്നും ഇടുന്ന രീതി ഒന്നും കറക്റ്റ് അല്ല കേട്ടോ. വേറെ എന്തൊക്കെയോ ചിന്തയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഓർഡർ ആക്കിയതാണ് ഈ ഫൗണ്ടേഷൻ. കൊള്ളാം, എനിക്ക് അന്ന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എൻ്റെ സ്കിന്ന് നന്നായിട്ട് ചേരുന്നെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യട്ടെ, അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധ വേറെ മാറിപ്പോവും. ഫൗണ്ടേഷൻ ഇട്ടു, ഒന്ന് ഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പുറത്ത് ബഹളമൊക്കെ കേൾക്കാട്ടോ, എല്ലാവരും പോണേൻ്റെ തിരക്കില്ല. ഇനി കൂടുതൽ അങ്ങനെ മേക്കപ്പ് ഒന്നുമില്ല. പിന്നെ ഞാൻ ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഈ ഒരു ലിപ്പ് ലൈനർ ആണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് യൂസ്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ. ഞങ്ങൾ പള്ളിയിൽ നിന്ന് നേരെ ഇറങ്ങി വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. സമയം പെട്ടെന്ന് പോകുന്നതുകൊണ്ട് തന്നെ വേഗം പോയി റെഡി ആയിട്ട് എന്തോ പെട്ടെന്ന് സമയം പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ലിപ്പ് ലൈനറൊക്കെ വെച്ച് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തു, ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുത്തു, ചെറുതായിട്ടൊന്ന് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഒരുക്കങ്ങളാണ്, കാരണം നമുക്ക് ഷടപടേന്ന് ഇറങ്ങാനുണ്ട് കേട്ടോ. ഹായ് ഹായ് മോനെ, അജേഷണ്ണന്റെ ഇതാന്ന് ഇത് വാച്ച് ഹായ് എല്ലാരും ഒരുങ്ങി, എണ്ണ മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ എനിക്ക് യൂട്യൂബിൽ വരും. ഇത് സൗണ്ട് റെഡ്യൂസ് ചെയ്യുന്ന അറിയോ? എനിക്കറിയാം, നോയ്സ് റെഡ്യൂസ് ചെയ്തിട്ട് ഇനി ഇറങ്ങാനായിട്ട് പോവാണ് കേട്ടോ. കാണിക്കടാ, ഫുള്ള് കാണിക്കടാ. അവനെ കൂടെ ഇങ്ങോട്ട് ചേർത്ത്
ആളെ എങ്ങോട്ടില്ല. ഹായ്. വണ്ടി കയറിട്ട് വിളിക്കാവേ. ഒന്ന് നോക്കട്ടെ. ഹായ്. മമ്മ ഓ വീഡിയോ ഇട്ടല്ലേ? ഫോട്ടോ എടുക്കുന്ന സാബും സാധനങ്ങൾ എടുത്തിട്ട് കുപ്പി എടാ വണ്ടിയുടെ കീ എടുത്താ? ഫോൺ എടുത്താ? എന്റെ പവർ ബാങ്ക് എടുക്കേ. ഹായ്. അങ്ങനെ എല്ലാവരുടെ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. എല്ലാവരും ഉണ്ട് ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പോകുന്ന വഴിക്ക് ശ്രുതിക്ക് ഡയറക്റ്റ് നമ്മളെ കൂടെ വരാൻ പറ്റിയില്ലെങ്കിലും വീഡിയോ കോൾ വഴി അവളും ഞങ്ങളുടെ കൂടെ ചേർന്നു. അവൾക്ക് ജോലിയുടെ ഭാഗമായിട്ട് ട്രെയിനിങ് ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് ഒട്ടും തന്നെ അവൾക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറേ നോക്കി വരാൻ വേണ്ടിയിട്ട്, പക്ഷേ പറ്റിയില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ പോകുന്നതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ 2 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് സരിതക്കുഞ്ഞമ്മയും ശ്രുതിയും ഞാൻ പോണേൻ്റെ തലേ ദിവസം വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ജോലി ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയുവാണേ. സത്യം പറഞ്ഞാൽ ആലോചിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷവും അതുപോലെ തന്നെ എനിക്ക് ഓർക്കുമ്പോൾ സങ്കടവും വരുന്നുണ്ട്. സാബുങ്ങളെ കാണണം, പോണതിന് മുന്നേ ഒന്ന് കണ്ടിട്ട് പോകണമെന്നുണ്ട്. സാബുങ്ങൾ ശ്രുതിയൊക്കെ വന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ പോയിട്ട് നമുക്കിനി വരുമ്പോഴത്തേക്ക് കാണാമെന്നൊക്കെ പറഞ്ഞാണ് സാബുങ്ങളെ ഞങ്ങളെ യാത്ര അയച്ചത്. പക്ഷേ അന്നേ ദിവസം എനിക്ക് കാണണമായിരുന്നു സാബുങ്ങളെ, കണ്ടിട്ട് പോകണം എന്ന് പറഞ്ഞപ്പോൾ നിന്ന നിപ്പിൽ അന്നേ ദിവസം രാവിലെ സാബുങ്ങളുടെ വർക്ക് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടേക്ക് ബസ് കയറി ഞങ്ങളെ വന്ന് കണ്ടു. ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. വരുന്ന വഴിക്കാണ് സാബുങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വന്ന് ഞങ്ങളെ ഒന്ന് കണ്ട് ഞങ്ങൾ അനുഗ്രഹിച്ചു, സംസാരിച്ചു. ഇനിയിപ്പോൾ വരുമ്പോൾ നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞ് സാബുങ്ങൾ ഞങ്ങളെ യാത്ര അയച്ചേട്ടോ. നേരെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് ഇറങ്ങിയത് സാബുങ്ങൾ നേരെ ബസ് കയറി എറണാകുളത്തേക്കും പോയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതൊക്കെ ആലോചിക്കുമ്പോഴത്തേക്ക് അത്രയും, അതായത് നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു സമയവും എഫേർട്ടും ഇട്ട് സാബുങ്ങൾ ഓടി എന്നുള്ളതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കെന്തോ ഭയങ്കര സന്തോഷം അതുപോലെ തന്നെ സങ്കടവും വരുന്നുണ്ട്. എങ്കിലും സന്തോഷം, എല്ലാവരുടെയും കൂടെ തന്നെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്ത് സന്തോഷത്തോടെ ഇറങ്ങാൻ പറ്റി. അങ്ങനെ ദാണ്ടേ നമ്മൾ സംസാരിച്ച് നേരെ ദാണ്ടേ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എയർപോർട്ടിൽ ചെന്നിട്ടുള്ള ബാക്കി കാര്യങ്ങൾ കാണാം കേട്ടോ. വാ 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 നടക്ക് നടക്ക്. അങ്ങനെ ഫൈനലി ഞങ്ങൾ അവിടെ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. കുറച്ച് മുന്നേ ഇറങ്ങിയതുകൊണ്ട് തന്നെ നമ്മൾ നേരെ പെട്ടെന്ന് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നല്ല ബ്ലോക്ക് പ്രതീക്ഷയാണ് വന്നത്. പക്ഷെ കുഴപ്പമില്ല, നേരത്തെ എത്തിയിട്ടുണ്ട്. ഇനി യാത്ര പറയലിൻ്റെ സമയമാണ്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ കാണാം കേട്ടോ.
ഇല്ല അമ്മ തന്നാ മതി അപ്പൊ വിഷമില്ലല്ലോ അമ്മ പറയുന്നേ അമ്മ പറഞ്ഞേ സ്നാക്സ് ഇടും അമ്മ എനിക്ക് അക്കൗണ്ടിൽ പൈസ ഇട്ടെന്നാ മതിയല്ലേ ഈ അങ്ങനെ പോകാനുള്ള ടൈം ആയിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ കയറുവാണ്. അങ്ങനെ ഞങ്ങളുടെ ചെക്കിനൊക്കെ കഴിഞ്ഞിട്ടിരിക്കട്ടോ. ഉറക്ക ബഹളം വെച്ച് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. കാണിക്കാൻ ഓക്കെ. ബാക്കി വിശേഷം നമുക്ക് വഴിയേ കാണാം കേട്ടോ. ഒരു 7:30 ആയപ്പോഴത്തേക്ക് നമ്മുടെ ചെക്കിനെല്ലാം കംപ്ലീറ്റ് ആയി. അതിനുശേഷം 8:50 ഞങ്ങൾക്ക് ഫ്ലൈറ്റ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. ഉണ്ണിക്കുട്ടി ഇതിന് മുന്നേ ഫ്ലൈറ്റിൽ പോയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണോ? ചെയ് കഴിഞ്ഞില്ലല്ലോ. Alternative Josef Tagl mit zum Charter 710 in der Abflughalle. അങ്ങനെ ഫൈനലി ഞങ്ങൾ ജർമ്മനി എത്തിയിരിക്കുകയാണ്. എന്ത് പെട്ടെന്നായിരുന്നില്ല. ഞാനിങ്ങനെ ആലോചിച്ചതാണ്. ഇന്നലെ ഇതേ സമയം വീട്ടിൽ നിൽക്കുവാണ്. വരാൻ വേണ്ടിയിട്ടുള്ളൊന്നും ഒരുക്കങ്ങൾ പോലും തുടങ്ങിയിട്ടില്ല. അതായത് റെഡി ആയിട്ടൊന്നുമില്ല. ഇന്ന് ഇതേ സമയമായപ്പോഴത്തേക്ക് ഇതേ ഇവിടെ എത്തി. എന്ത് പെട്ടെന്നല്ലേ കാര്യങ്ങൾ. ഒന്നാലോചിച്ചാൽ ദൂരം കൊണ്ട് ഒരുപാട് ദൂരെയാണെങ്കിലും ഒന്ന് ഉറക്കം എണീറ്റാൽ, അതായത് ഒന്ന് ഉറങ്ങി എണീറ്റാൽ നമ്മളിതേ ഇവിടെ എത്തി. അതുപോലെ ഒന്ന് ഉറങ്ങി എണീറ്റാൽ തീരാവുന്ന കാര്യമുള്ളൂ. നമുക്ക് വേഗം വീടെത്താന്നേ. അങ്ങനെ ആലോചിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യം, ഇവിടെ ഉള്ളവർ എന്തിനാണ് ഈ ജാക്കറ്റ് ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുന്നത്? ഇവിടെ വന്നിറങ്ങിയപ്പോഴത്തേക്കാണ് മനസ്സിലായത് അമ്മ അതിരി തണുപ്പാണ്. പറയുന്ന കണക്കല്ല. എന്നിട്ട് ഇവരൊക്കെ ഞങ്ങളോട് പറഞ്ഞത് ഇതൊന്നും ഒരു തണുപ്പല്ലെന്നാണ് പറയുന്നത്. എൻ്റെ പൊന്നെ. പിന്നെ ഞങ്ങൾ വന്നിറങ്ങിയപ്പോഴത്തേക്കും ഇവരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ചേട്ടനാണ് നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, വന്നിറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും, പുതിയ രാജ്യം, പുതിയ ആളുകൾ, കാര്യങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കും എന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇവരെല്ലാവരും കണ്ടപ്പോൾ ഒരു ഹോംലി ഫീൽ ആയിരുന്നു കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര ടെൻഷൻ അടിച്ചാട്ടോ വന്നത് ഇവിടെ വരുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ. പക്ഷേ ഇവരെല്ലാവരെയും കണ്ടപ്പോഴത്തേക്ക് ആ ഒരു ടെൻഷനേ മാറി. എല്ലാവരും നമ്മുടെ കൂടെ തന്നെ നിന്ന് ഈ പെട്ടിയെല്ലാം ഞങ്ങൾക്ക് അപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇവരെല്ലാവരും ആയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും ഇവർ പഠിക്കുന്നവരാണ് കേട്ടോ. അവരെയൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ വീഡിയോസായിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി നേരെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ്. അവരെല്ലാവരും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. നമുക്കതേതൊരു എന്തോ പറയേണ്ട, അതായത് ഏതോ ഒരു സ്ഥലം എന്നുള്ളൊരു ഫീല് ഉണ്ടായില്ല. ഇവരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു കൂട്ടും ഒരു സന്തോഷവും സമാധാനമൊക്കെ ആയിരുന്നു. അവരിവിടുന്ന് ഒരു മണിക്കൂർ ഗ്യാപ്പ്, അത്ര ദൂരത്താണ് കേട്ടോ. ഇവിടെ അടുത്തടുത്ത സ്ഥലത്ത് തന്നെയാണ്. നമുക്ക് ഇവിടുന്ന് ട്രാവൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവരടുത്തോട്ടും പെട്ടെന്ന് എത്താം. അതുകൊണ്ട് തന്നെ അടുത്തടുത്ത ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഞങ്ങൾ വരുമെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അവർ നേരെ ക്ലാസ്സും കഴിഞ്ഞിട്ട് ഞങ്ങളെ കൂട്ടാനായിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ നേരെ വന്നു. നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്, ഞങ്ങളുടെ കയ്യിൽ തന്നെ കുറേ പെട്ടി ഉണ്ടായിരുന്നേ. അതൊക്കെ അവർ തന്നെയാണ് കൂടെ വന്ന് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നേരെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. ഇവിടുന്ന് ഇനി അവർക്ക് 1 മണിക്കൂർ ട്രാവൽ ചെയ്ത് അവർ നിൽക്കുന്നിടത്തേക്ക് പോകണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ കേരള ടു ജർമ്മൻ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ടാറ്റാ.